ശബരിമലയായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത്. പൊന്നമ്പലമേട് വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞതും പല വിശ്വാസങ്ങളും പ്രചരണങ്ങളും ഒക്കെയുള്ളൊരു സ്ഥലമാണ് പൊന്നമ്പലമേട്. വളരെ ചുരുക്കി പറയാമെങ്കിൽ അതിതീവ്രമായിട്ടുള്ള ഒരു ദേവചൈതന്യം അല്ലെങ്കിൽ ആദിശാസ്താവിൻ്റെ ഒരു ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ഒരു കേന്ദ്രമാണ് പൊന്നമ്പലമേട് എന്ന് പറയാം. പണ്ടുകാലത്ത് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ചരിത്രം പറയുന്നുണ്ട്. ആ ക്ഷേത്രം ഒരു കാലത്ത് നശിക്കപ്പെടുകയും അതിന് ശേഷമാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു സ്ഥലത്തൊരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നും പറയുന്നു. പിന്നെ വളരെ പണ്ഡിതന്മാരുടെ ഇടയിൽ നിന്ന് ഗ്രഹിക്കാൻ സാധിച്ച ഒരു കാര്യമാണ് ആ ഒരു പൊന്നമ്പലമേട്ടിലേക്ക് നോക്കി അവിടുത്തെ ആ ശാസ്താവിനെ ധ്യാനിച്ചുകൊണ്ടാണ് അയ്യപ്പസ്വാമി ശബരിമലയിൽ ഇരിക്കുന്നതെന്നും പറയുന്നു. ഇതൊക്കെ കൂടാതെ മറ്റ് പല വിശ്വാസങ്ങളും പൊന്നമ്പലമേടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അവിടെ ഒരു വാള് പ്രതിഷ്ഠിച്ചതായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ പലരുടെ ഇടയിലുമുണ്ട്. പൊന്നമ്പലമേട് ഈ ഭൗതിക തലങ്ങളെല്ലാം വിട്ട് പൂർണ്ണമായും ഒരു ആത്മീയമായിട്ടുള്ളൊരു കേന്ദ്രമാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങോട്ടുള്ളൊരു നേരിട്ടുള്ളൊരു ദർശനം ആർക്കുമില്ലാത്തത്, അല്ലെങ്കിൽ അവിടെ ചെന്നെത്തി തൊഴാനുള്ളൊരവസരം ആർക്കുമില്ലാത്തതും അവിടെ നിന്ന് ആളുകളെല്ലാം ഒഴിവാക്കിയതും അതുകൊണ്ടായിരിക്കാം. കാരണം ഈ ശബരിമല ക്ഷേത്രത്തിലൊക്കെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും നമുക്ക് നേരിട്ട് ചെന്ന് തൊഴാൻ സാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പൊന്നമ്പലമേടെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ദൂരെ നിന്ന് മാത്രമേ തൊഴാൻ സാധിക്കുന്നുള്ളൂ. പൊന്നമ്പലമേട് സാധാരണയായിട്ട് മകരവിളക്ക് സമയത്താണ് അവിടെ ഒരു ചടങ്ങ് നടക്കുന്നത്. ആ ഒരു സമയത്ത് മാത്രമേ ഒരു ചടങ്ങ് അവിടെ നടക്കുന്നുള്ളൂ. ബാക്കി സമയമൊക്കെ ഒന്നും നടക്കാതെ തീർത്തും ശാന്തമായിട്ടിരിക്കുന്നൊരു സ്ഥലമാണ്. അതങ്ങനെ തന്നെ വേണമെന്നാണ് ഒരുപക്ഷെ. അതുകൊണ്ടായിരിക്കാം മറ്റ് ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും പൊന്നമ്പലമേടുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്നും കൊണ്ടുവരാത്തത്. ഈ മകരവിളക്ക് സമയത്ത് അവിടെ ഒരു ദീപാരാധന, അത് പണ്ടുകാലത്ത് മലയരയന്മാർ നടത്തിക്കൊണ്ടിരുന്നൊരു ദീപാരാധനയാണ്. പണ്ടുകാലത്ത് ശരിക്കും ഈ ഒരു കർപ്പൂരം, വലിയ കർപ്പൂരത്തിലാണ് അത് കർപ്പൂരം കത്തിച്ച് അങ്ങനെയാണ് ദീപാരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കർപ്പൂരത്തിലേക്ക് ഈ നനഞ്ഞ തുണി 3 തവണ ഇട്ടാണിത് കെടുത്തുന്നത്. അങ്ങനെയാണ് 3 തവണ ഈ ഒരു ദീപാരാധന സന്നിധാനത്തും ഒക്കെ നിന്നത് ദൃഷ്ടാന്തമാവുന്നുണ്ടെന്നും. ഇന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ സന്നിധാനത്ത് നിന്നും പിന്നെ ലോകമെമ്പാടും തന്നെ ടി-വിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ ഇത് കണ്ടു തൊഴുന്നുണ്ട്. ഇന്നത് വളരെ വികാരനിർഭരമായൊരു ചടങ്ങുമാണ്. ആ ഒരു ഉത്സവകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണെന്നത്. പൊന്നമ്പലമേട്ടിൽ മുൻപേ പറഞ്ഞ പോലെ ശാസ്താവിൻ്റെ ഒരു തീവ്ര ചൈതന്യമാണ് ശരിക്കും പറഞ്ഞാലുള്ളത്. ശാസ്താവെന്ന് പറയുമ്പോൾ ആദിശാസ്താവ് പരശുരാമ മഹർഷി പ്രതിഷ്ഠിച്ച ആ ഒരു ശാസ്താവിൻ്റെ അതിതീവ്രമായിട്ടുള്ളൊരു ചൈതന്യം എന്ന് പറയുമ്പോൾ അതൊരു മറ്റ് രൂപങ്ങളോ നാമങ്ങളോ ഒന്നുമില്ല, കേവലം ഒരു ചൈതന്യം, ഒരു കേവല ചൈതന്യം എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് അതൊരു ജ്യോതിരൂപമായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നതും. അത്ര മാത്രമേ ഉള്ളൂ. മറ്റ് രൂപങ്ങളോ ഭാവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ആ ഒരു പരമാത്മാവിങ്കൽ ലയിച്ച ശാസ്താവിൻ്റെ ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. പിന്നെ ഈ പൊന്നമ്പലമേടിനെ കാന്തമലയുമായിട്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. കാന്തമലയാണോ പൊന്നമ്പലമേടെന്നൊക്കെ പറഞ്ഞ്. ഇത് രണ്ടും സത്യത്തിൽ വ്യത്യസ്തമാണ്. കാന്തമല എന്ന് പറയുന്നത് മറ്റെങ്ങോ ഉള്ളൊരു സ്ഥലമാണ്, ഒരു ക്ഷേത്രമാണ്. പൊന്നമ്പലമേട് ശബരിമലയുടെ അടുത്തുള്ളൊരു കേന്ദ്രമാണ്. വളരെ നിഷ്ഠയോടെ വ്രതവും കാര്യങ്ങളും ഒക്കെ എടുത്ത് ആത്മസമർപ്പണത്തോടും ഭക്തിയോടും പോകുന്ന ഒരു ഭക്തൻ, തീർത്ഥാടനം നടത്തുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ശബരിമല എത്തുമ്പോൾ ഒരു വെളിപാടാണ്, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവാണ് തന്നിൽ തന്നെയുള്ള ഈശ്വര ചൈതന്യത്തെ. അത് അവിടെ വെച്ച് ആ ഭക്തൻ കാണുകയാണ്, അനുഭവിക്കുകയാണ്. ആ ഈശ്വര ചൈതന്യം തേടി വേറെ എങ്ങും പോകണ്ട, അത് എന്നിൽ തന്നെയാണെന്നുള്ള ഒരു ബോധം. ഈ ബോധത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തീർത്ഥാടനം തന്നെ നടത്തുന്നത്. ഇതിനൊക്കെ ഈ അവസ്ഥയ്ക്കും മേലെയുള്ള ഒരു അവസ്ഥയാണ് പൊന്നമ്പലമേട്ടിലെ ഒരു സങ്കല്പം. അതും കഴിഞ്ഞ് തീർത്തും പരമാത്മാവിങ്കൽ ലയിച്ച ഒരു ചൈതന്യം മാത്രം, അത് മാത്രമേ പൊന്നമ്പലമേട്ടിലുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെയുമായിട്ട് ബന്ധപ്പെടുത്തി കൂടുതൽ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ഇല്ലാത്തത്. കാരണം ഈ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ മേലെയാണ് ആ ഒരവസ്ഥ എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചവിട്ടുപടികൾ മാത്രമാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റ് പൂജാ പദ്ധതികളും കാര്യങ്ങളും എല്ലാം. അതിൽ നിന്നെല്ലാം പോയി ആ ഒരു ശരീരബോധവും എല്ലാം പോയി പൂർണ്ണമായും എല്ലാത്തിൽ നിന്നും ഒരു വേർപെട്ട് നിന്ന് പൂർണ്ണമായും പരമാത്മാവിങ്കിൽ ലയിച്ച ഒരവസ്ഥയാണ് പൊന്നമ്പലമേട്ടിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അത് ദൂരെ നിന്ന് മാത്രം കണ്ട് തൊഴുന്നു, അത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. പിന്നെ പൊന്നമ്പലമേട്ടിലെ ആ ഒരു ദേവചൈതന്യത്തെ വന്നിച്ചുകൊണ്ട് ഇവിടെ ഒരു വിളക്ക് കത്തിക്കാറുണ്ട് സന്നിധാനത്ത്. അത് മാത്രമേ അവിടവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചടങ്ങ് നടക്കുന്നുള്ളൂ. അതിൽ കവിഞ്ഞ് മറ്റ് ചടങ്ങുകളോ ആചാരങ്ങളോ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. അതിൻ്റെ ആവശ്യവും വാസ്തവത്തിലില്ല.